അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലിഹി വസ്ഹബിഹി അജ്മഈൻ. രണ്ടാമതായിട്ട് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ റസ്ന ഫ്രം ബോംബെ അല്ലേ. നമ്മുടെ ഹസീന ടീച്ചറെ നാത്തൂന്റെ മകന്റെ ഭാര്യ, മരുമകള്. അപ്പൊ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഇവരൊക്കെ അത്യാവശ്യം എന്നേക്കാൾ ക്വാളിഫൈഡ് ആണ്, നന്നായി പഠിച്ച കുട്ടികളാണ്. സൈക്കോളജിയും മറ്റു പല വിഷയങ്ങളിലും ഇവരൊക്കെ എക്സ്പേർട്സ് ആണ്. പക്ഷെ സംസാരിക്കാനുള്ള ഒരു പേടി, അതായത് സ്റ്റേജ് ഫ്രൈറ്റ്, പിന്നെ മൈക്ക് കാണുമ്പോൾ, ആളെ കാണുമ്പോൾ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ എല്ലാ ആഴ്ചകളിലുള്ള ക്ലാസ് കൊണ്ട് അവർക്ക് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഒരുപാട് ആളുകൾക്ക് മാറി കിട്ടി. ഇപ്പൊ അവർക്ക് നല്ല ധൈര്യമുണ്ട്. ഒരു ടോപ്പിക് കിട്ടിയാൽ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സദസ്സിനെ അഭിസംബോധന ചെയ്യണം, അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഖുർആനും അനുസരിച്ച് എങ്ങനെ സംസാരിക്കണം, ശാസ്ത്രം അതിലെങ്ങനെ ആഡ് ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായി പഠിച്ചു. കോഴ്സ് തീർന്നിട്ടില്ല, അവർ 2 മാസേ ആയിട്ടുള്ളൂ. അതിന്റെ ഇടക്ക് തന്നെ ഇവരൊക്കെ എടുത്ത ക്ലാസ്സുകൾ വളരെ നന്നായിട്ടെന്നാണ് നമ്മുടെ ഓഡിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഒന്നുകൂടെ ബഹുമാനപ്പെട്ട റസ്നെ ഞാൻ വേദിയിലേക്ക് സ്പീച്ചിനായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹ് മുന്താസ്ത, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഞാൻ സർവശക്തനായ അള്ളാഹുവിനോട് നന്ദി പറയാണ്. അൽഹംദുലില്ലാ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, അതായത് 300 സംതിങ് ആൾക്കാരുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ വേണ്ടി, അതും ആദ്യത്തെ ഒരു സ്പീച്ചാണ്. അതിന് അൽഹംദുലില്ലാ. അതേപോലെ നമ്മുടെ ഈ മിഷ്കാത്തിന്റെ അമരക്കാരി ഹസീന ടീച്ചർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്താണ്. അൽഹംദുലില്ലാ. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഐഡിയൽ പാരന്റിങ് എന്നുള്ളൊരു വിഷയമാണ്. സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി വബുക്റതൻ വഅസീല. റബ്ബി സിദ്നാ ഇൽമാ. പാരന്റിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഒരു അമാനത്താണ് മക്കൾ എന്ന് പറയുന്നത് അല്ലേ. അൽഹംദുലില്ലാ, എനിക്കും 4 മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാരന്റിങ് എന്നുള്ള ഈ ഒരു ക്ലാസ് നിങ്ങളോടെന്ന പോലെ എനിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്നോടും തന്നെ അത് വസിയത്ത് ചെയ്യാണ്. അപ്പം ഓരോ കുട്ടിയും ഒരു ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. പിന്നീട് കണ്ടും കേട്ടിട്ടാണ് നമ്മൾ ഓരോന്ന് കുട്ടികൾ പഠിക്കുന്നത് അല്ലെ. അപ്പം മക്കളെ നല്ല സ്വഭാവത്തിൽ വളർത്തണമെങ്കിൽ മാതാപിതാക്കൾക്ക് അതിൽ നല്ലൊരു പങ്കുണ്ട്. അതിന് നമ്മൾ ആദ്യം നന്നാവണം. കുട്ടികൾ എന്ന് പറയുന്നത് 12 വയസ്സ് വരെ എന്ന് പറയുന്നത് ഒരു ഇംപ്രിന്റിങ് ഏജ് ആണ്. അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് അവരും പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ ഉപദേശിച്ച കാര്യമില്ല, നമ്മൾ അവർക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പം പഠനം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത്. അപ്പം മക്കൾക്ക് റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മളായിരിക്കണം. നല്ല ഭക്ഷണശീലങ്ങൾ പഠിപ്പിക്കുക, അതായത് വിസ്മി ചൊല്ലാനും വലത് കൈ കൊണ്ട് തിന്നാനും, അതേപോലെ തന്നെ വിരലുകൾ ഉപയോഗിച്ച് കഴിക്കാനും, അതുപോലെ നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെയും അതേപോലെ ഭക്ഷണത്തെ കുറ്റം പറയുന്നതിനൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയും, ഭക്ഷണം കഴിച്ചതിന് ശേഷം അള്ളാഹുവിനെ സ്തുതിക്കാനും അൽഹംദുലില്ലാ പറയാനും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് എല്ലാ ബേസിക്സും നമ്മൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇല്ലേ. ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ വീട് തന്നെയാണ്. അതുപോലെ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് കള്ളം പറയരുത്, അതേപോലെ കളവ് ചെയ്യരുത്, ഫോൺ കൂടുതൽ ഉപയോഗിക്കരുത് എന്നൊക്കെ. പക്ഷെ നമ്മൾ അതൊക്കെ ഉപദേശിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ വീട്ടില് ഇപ്പൊ പിരിവാരോ ആരെങ്കിലൊക്കെ വന്നാൽ നമ്മൾ തന്നെ അവരോട് പറയും ഉമ്മ ഇല്ലെന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ഉപ്പ പുറത്തു പോയി എന്ന് പറഞ്ഞേക്ക്. അപ്പം നമ്മൾ തന്നെയാണ് കുട്ടികളെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നതും എന്നിട്ട് കള്ളം പറയരുതെന്ന് പറയുന്നതും. അതുപോലെ തന്നെ നമ്മൾ ഫോൺ എടുത്തിരുന്നിട്ട് കുട്ടികളോട് പറയും നിങ്ങൾ ഇരുന്ന് പഠിക്കുക. അപ്പം കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് കംപ്ലൈന്റ് പറയാണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ട് അവരുടെ കൂടെ തന്നെ ഇരിക്കുക, എന്നിട്ട് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ എഴുതുക. അപ്പം കുട്ടികളും ഓട്ടോമാറ്റിക്കലായിട്ട് ആ ശീലം ഉൾക്കൊള്ളും. അതേപോലെ തന്നെ നിസ്കാരം എന്ന് പറയുന്നതും നമ്മൾ മക്കളെ കൂടെ കൂട്ടി ശീലിപ്പിക്കുക. ഇപ്പൊ ആൺകുട്ടികളാണെങ്കിൽ ഭർത്താവ് പള്ളിയിൽ പോകുന്ന സമയത്ത് അവരുടെ പള്ളിയിലേക്ക് വിടുക. പോകുന്ന ആ ഒരു ടൈമിൽ നല്ല തമാശ പറയുക, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ടോക്കൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കുട്ടികൾക്കത്
ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും കൂടെ പോവാനും നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകാനൊക്കെ. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല നിസ്കാര കുപ്പായും നിസ്കാര മാറ്റും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മളും കൂടെ കൂട്ടുകയാണെങ്കിൽ കുട്ടികൾക്കും അതിനോട് ഭയങ്കര താല്പര്യമായിരിക്കും അല്ലെ. അപ്പം ശീലങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ കണ്ടും അതുപോലെ തന്നെ കൂടെ ചെയ്താണ് പഠിക്കേണ്ടത് അല്ലെ. അതുപോലെ തന്നെയാണ് ഈ കുളി ബ്രഷിങ് പോലെയുള്ള ശീലങ്ങൾ പഠിപ്പിക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് ബോക്സ് സമ്പ്രദായം പഠിപ്പിക്കുക. അതുപോലെ തന്നെ ശരീരവും പരിസരവും എങ്ങനെ വൃത്തിയായി വെക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികൾ നല്ലത് മാത്രം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. 7 വയസ്സ് വരെ ലാളിക്കാനാണ് നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അല്ലേ. അത് സൈക്കോളജിയിലും അത് തന്നെയാണ് പറയുന്നത്. അതായത് 7 വയസ്സ് വരെ നമ്മൾ കുട്ടികളെ നന്നായിട്ട് ലാളിക്കുക, വഴക്ക് പറയാതിരിക്കുക, അടിക്കാതിരിക്കുക, നല്ലോണം സ്നേഹം കൊടുത്ത് വളർത്താം. അതിനുശേഷം 7 വയസ്സ് തൊട്ടിട്ട് ഒരു 14 വയസ്സ് വരെ കുട്ടികളെ നന്നായിട്ട് ഉപദേശിക്കുകയും തെറ്റ് കണ്ട് ശാസിക്കുകയും ഒക്കെ തിരുത്തി കൊടുക്കുക. കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ തിരുത്തി കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 14 വയസ്സ് എന്ന് പറയുന്നത് ആ ടൈം അവർക്ക് ഉപദേശങ്ങളൊന്നും യേശൂല. അവരോട് നല്ല ഫ്രണ്ടായിട്ട് കൂടെ ഇടപഴകുക. ഈ പാരന്റിങ് എന്ന് പറയുന്നത് ഈ ഒരു പ്രായം കഴിഞ്ഞാൽ നിർത്തേണ്ട സമ്പ്രദായമൊന്നുമല്ല. പാരന്റിങ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് മരണം വരെ കൊണ്ടു നടക്കേണ്ട ഒരു സംഭവമാണ്. ഒരു നല്ല പാരന്റ് ആവാൻ വേണ്ടിയിട്ട് സർവ്വശക്തി നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കത്തില്ലേ. അതേപോലെ തന്നെയാണ് ഈ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്. സൂറ ബക്രയിൽ 132-ാമത്തെ ആയത്തും 133-ാമത്തെ ആയത്തും എടുത്തു നോക്കിയാലും കാണാം. ഇബ്രാഹിം അലൈഹി സ്വലാമും അതേപോലെ തന്നെ യാക്കൂബ് അലൈഹി സ്വലാമും ഒക്കെ മക്കളോട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ മക്കളോട് ഉപദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 31-ാമത്തെ അധ്യായത്തില് സൂറ ലുക്മാനില് ലുക്മാൻ അലൈഹി സ്വലാം മകനോട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റിങ് എന്ന് പറയുന്നതും ഇസ്ലാം എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെയാണ് ഉപദേശം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയിലെ ആൾക്കാർക്കൊന്നും അത്ര വലിയ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അല്ലെ. നമ്മളിപ്പോ മക്കളെ ഉപദേശിക്കാൻ പോയി അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വലിയ ആൾക്കാർക്കും അത് വലിയ താല്പര്യമുള്ള കേസല്ല ഈ ഉപദേശം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഒരേ ഒരു വഴി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് മാതൃക ആവുക എന്നുള്ളതാണ്. ആളുകളോട് ചിരിക്കുക, അതേപോലെ തന്നെ സലാം പറയുക, സഹായിക്കുന്നവരോട് ജസാക്കല്ലാഹ് ഹൈർ പറയുക. അതായത് അതേപോലെ തന്നെ വീട്ടിൽ ഒരാൾക്കാർ വന്നാൽ അവരോട് മാന്യമായ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിഗണന, ഇതൊക്കെ നമ്മൾ തന്നെയാണ് അവർക്ക് മാതൃകകളാവേണ്ടത്. അതേപോലെ മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുക. അപ്പം അതൊക്കെ കാണുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അതൊക്കെ നല്ലൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള കുട്ടികൾ മാറാനും ഒരു ചാൻസസ് ഉണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് ഒരു വട്ടം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകം നശിക്കാൻ പോകുന്നത് തിന്മ കൊണ്ടല്ല, പിന്നെ എന്താ വെച്ചാൽ നന്മ കണ്ടിട്ടും അത് പ്രതികരിക്കാത്തത് കൊണ്ടാണ്. അതായത് വെറുതെ അനിഷ്ടം ഉണ്ടാകരുതെന്ന് കരുതിയിട്ട് നമ്മൾ ചില ആൾക്കാരോട് നമ്മൾ പ്രതികരിക്കാൻ പോകില്ല. തെറ്റ് കണ്ടാലും നമ്മൾ പ്രതികരിക്കാൻ പോകില്ല അല്ലെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് തിരുത്തണം എന്നാണ് പറയുന്നത്. അതായത് തെറ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അത് തിരുത്തും കാണിക്കുക. മാതാപിതാക്കൾ അതിൽ മാതൃകയാവണം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കുട്ടികളായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാവണം. അതായത് ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളോട് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നല്ലൊരു ക്വാളിറ്റി ടൈം തന്നെ നമ്മൾ അവരോട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഓരോ കുരുത്തക്കേട് ചെയ്യും അല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടേബിൾ വന്ന് ഇങ്ങനെ ചാടി കളിക്കുക, അങ്ങനെ ഓട്ടവും ചാട്ടവും അത്തരത്തിലുള്ള. അതേപോലെ തന്നെ മൂത്ത കുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടിയെ നുള്ള പിച്ച, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആരെങ്കിലൊക്കെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് വലിയ കാര്യം പോലെ അവരോടൊക്കെ പറയും, ഇവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അപ്പം അത് അവര് സത്യം പറഞ്ഞാൽ അതൊരു അവാർഡ് കിട്ടിയ പോലെയാണ് അവര് വിചാരിക്കുക. കാരണം ഇതെന്തോ വലിയ നല്ല കാര്യം ചെയ്തതുപോലെ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അതുപോലെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനും ചാൻസസ് ഉണ്ട്. അപ്പം അവര് നെഗറ്റീവ്സ് നമ്മൾ കൂടുതൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് മറ്റുള്ള ആൾക്കാരോട് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ സ്കൂളിലൊക്കെ ആണെങ്കിൽ തന്നെ കുട്ടികൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ ഓടിച്ചാടി കളിക്കുക, അതേപോലെ കുറുമ്പ് കാണിക്കുക. ആ ടൈമിൽ കുട്ടികൾക്ക് ടീച്ചേഴ്സിന്റെ ശ്രദ്ധ കിട്ടുന്നെങ്കിൽ കുട്ടികൾ ആ വികൃതി പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം കുട്ടികൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ള നല്ല ബിഹേവിയേഴ്സ്, നല്ല ഒരു സ്വഭാവം കാണിക്കുമ്പോൾ നമ്മൾ കുട്ടിക്ക് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഇത്തരം മോശമായിട്ടുള്ള ബിഹേവിയേഴ്സ് പിന്നെ കുട്ടികൾ ഈ റിപ്പീറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ എസ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം കാണിച്ചതിന്റെ പേരിൽ നമ്മൾ അതിൽ നിന്ന്
കുട്ടീനെ നമ്മൾ വിടുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടി നമ്മളിപ്പം പഠിപ്പിക്കാൻ ഇരുത്ത്, ആ ടൈമിൽ കുട്ടി പഠിപ്പിക്കുന്ന സമയത്ത് ബുക്ക് കയറി അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മൾ ദേഷ്യം പിടിച്ച് മതി ഇന്ന് പഠിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ആ ഒരു നമ്മൾ ദേഷ്യം പിടിച്ച് പോകുമ്പോൾ കുട്ടി വിചാരിക്കും ഇത് തന്നെയാണ് നല്ലത് എന്നുള്ള ഇതിൽ കുട്ടി അത് പിന്നെ ഒരു ശീലമാക്കി മാറ്റാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടി ഉറക്കെ ഇങ്ങനെ കരയുന്നൊക്കെ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഉമ്മാമ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പറയും എന്തിനാ എൻ്റെ മോളെ കരയിക്കുന്നത്, മതി പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വാത്സല്യപ്പിക്കും. ആ സമയത്തും കുട്ടികൾ വിചാരിക്കാം കരഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് ആവും എന്നുള്ളത്. അതുപോലെ തന്നെ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന സമയത്തൊക്കെ ഉറക്കെ കരയുക. അതേപോലെ തന്നെ ഭക്ഷണം തട്ടിത്തെറിപ്പിച്ച് അവന് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം തട്ടിത്തെറിപ്പി അങ്ങനെയുള്ള ഈ ബിഹേവിയറിലുള്ള പ്രശ്നങ്ങളൊക്കെ അത് നമ്മൾ അതെടുത്ത് പറയുമ്പോഴും അതൊക്കെ ചെയ്യുമ്പോഴാണ് കുട്ടികൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം ഇത്തരം പെരുമാറ്റ പ്രശ്നങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുട്ടികൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഈ മൊബൈൽ അതുപോലെ തന്നെ ടോയ്സ് ഇതിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത്തരം പെരുമാറ്റങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ കാണാറുണ്ട്, ഈ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഓരോ ടോയ്സ് ഒക്കെ കാണുമ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിലത്ത് കിടന്ന് ഉരുളുന്നതൊക്കെ കാണാറുണ്ട്. അപ്പം നമ്മൾ മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ എന്ത് വിചാരിക്കുക, ഉറക്കെ കരഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ വാശി കാണിക്കും അല്ലേ. അപ്പം നമ്മൾ ഇത്തരം ടൈമിൽ കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് നമ്മൾ അത് വാങ്ങിക്കൊടുക്കാതെ കുട്ടികൾ നല്ല ബിഹേവിയർ നല്ല പെരുമാറ്റം ചെയ്യുന്ന സമയത്ത് ഒരു കോംപ്ലിമെന്റ് പോലെ അവർ ആഗ്രഹിച്ച ആ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വാശി അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറുന്നതായിരിക്കും. അതേപോലെ തന്നെ ചില കുട്ടികൾ ചീത്ത വിളിക്കും, അതേപോലെ ദേഷ്യപ്പെടുമ്പോഴൊക്കെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ രക്ഷിതാവിൽ നിന്ന് തന്നെയായിരിക്കും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മുതിർന്ന മറ്റുള്ള ആൾക്കാരെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലൊക്കെ കുട്ടികൾ ഒബ്സർവ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ടോ. അതേപോലെ തന്നെ സിനിമ സീരിയല് ഇതൊക്കെ കണ്ടിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവാം. അപ്പൊ നമ്മൾ അതിന് കുട്ടികളെ വഴക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതായത് പൈപ്പിൽ നിന്ന് ചളിവെള്ളം വരുമ്പോൾ നമ്മൾ പൈപ്പ് റിപ്പയർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ആ പൈപ്പിൽ വരുന്ന ചളിവെള്ളത്തിന്റെ സ്രോതസ് അത് എവിടെ നിന്നാണ് നോക്കിയിട്ട് നമ്മൾ അവിടെയാണ് റിപ്പയർ ചെയ്യേണ്ടത് ഇല്ലേ. അപ്പം അതേപോലെ തന്നെ കുട്ടികൾക്ക് ഈ റിജക്ഷൻ അതേപോലെ തന്നെ നെഗറ്റീവ് സിറ്റുവേഷൻ, അതായത് അവർ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, അതേപോലെ തന്നെ ഈ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിനെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക, അതുപോലെ തന്നെ അതിനുള്ള ഒരു കപ്പാസിറ്റി അവരിൽ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ലെസൺ ഉൾക്കൊണ്ട് നെക്സ്റ്റ് ടൈം അത്തരം മിസ്റ്റേക്സ് വരാതിരിക്കുക, പഠിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ തന്നെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതല്ല നമ്മളെല്ലാം കുട്ടികൾക്ക് ചെയ്തു കൊടുത്തിട്ട് നമ്മൾ കുട്ടികളെ ഒരു ഡമ്മി ആയിട്ട് വളർത്താണ്ട് നമ്മൾ അത്യാവശ്യം ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാം അവരെ ഏജിനനുസരിച്ച്. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ റൂം സെറ്റ് ചെയ്യാൻ കൊടുക്കാം, അതുപോലത്തെ കബോർഡ് സെറ്റ് ചെയ്യാൻ കൊടുക്കാം. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരുടെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഓരോരോ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി മെച്ചൂർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് കുറച്ച് പാരന്റിങ് ടിപ്സ് നമുക്ക് നോക്കാം. ഒന്നാണ് ലിസൺ ദം ബിഫോർ അഡ്വൈസിങ്, അതായത് നമ്മൾ അവരെ ഉപദേശിക്കുന്നതിന് മുമ്പ് നമ്മൾ അവരൊന്ന് കേൾക്കുക. അതായത് നമ്മൾ പാരന്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ അഡ്വൈസ് ഉപദേശിച്ചുകൊണ്ടിരിക്കും ഇല്ലേ. അപ്പം അവരുടെ ആഗ്രഹങ്ങളും ചിന്തകളും ചിന്താരീതികളും എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റും. നമ്മൾ കാഴ്ചപ്പാടിൽ നിന്നിട്ട് ഉപദേശിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. പിന്നെ ഒരു പോയിന്റ് ആണ് അലൗ ദം ടു സ്പീക്ക്, അതായത് അവർക്ക് സംസാരിക്കാനും ഒരു അവസരം കൊടുക്കുക. അതായത് ഇപ്പം ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്കും സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങളും അവർക്ക് പറയാനുള്ളതൊക്കെ പറയാനൊരു സ്പേസ് കൊടുക്കുക. അപ്പം അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനൊക്കെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ചിന്തകൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അവർ അതിൽ കൂടുതൽ ചിന്തിക്കാനും അവരുടെ ഒരു ലോകം വലുതാവാനൊക്കെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ പറയാറില്ലേ, ഈ തെക്കിക്കും കുട്ടി വർദ്ധിക്കും എന്നുള്ള ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? പിന്നെ ഒരു പോയിന്റ് ആണ് അവരുടെ വികാരങ്ങളെ നമ്മൾ പരിഗണിക്കുക. അതായത് ശരിയോ തെറ്റോ എന്നതല്ല, അവരെ ഫീലിങ്സ് എന്താന്ന് നമ്മളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ പോയാൽ അത് അവിടെ ഉള്ളിൽ ഇങ്ങനെ സപ്രസ് ചെയ്യപ്പെടും, അതായത് അടിച്ചമർത്തപ്പെടും. സപ്രസ് ചെയ്യപ്പെടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചമർത്തപ്പെട്ടിട്ട് അത് പിന്നെ ഒരു ബിഹേവിയർ ചേഞ്ചസിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട്. സോ കുട്ടികളുടെ ഇമോഷൻസ് അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക. പിന്നെ വരുന്നതാണ് വോൺസ്, അവരെ ടീച്ച് ചെയ്യുക. അതായത് എന്താണ് ആവശ്യം, അനാവശ്യം അല്ല അത്യാവശ്യം എന്നുള്ളത്.
അതായത് ആവശ്യങ്ങൾ പല ടൈപ്പിലുണ്ട്. ആവശ്യമുണ്ട്, അനാവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. അതെന്താന്ന് കുട്ടികൾക്ക് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും കുറച്ച് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് എന്തൊക്കെയാണ്, ആവശ്യമില്ലാത്ത എന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ പ്രയോറിറ്റീസ് ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കുക. അതായത് കുട്ടികൾക്ക് പറയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് കുട്ടികളെ വഷളാക്കാണ്ട് അതിന്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് അതിന്റെ ഒരു ഏകദേശ സാരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവരുടെ ഡെയിലി വർക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. കുട്ടികൾ ഓരോ കാര്യത്തിനും നിർബന്ധിക്കുന്നതിന് പകരം അവർ നമ്മൾ കൺവിൻസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര എന്ന് വെച്ചിട്ട് അവരെപ്പോഴും നിർബന്ധിക്കുക അല്ലെ, എത്ര കാലം നമുക്ക് അവരെ നിർബന്ധിക്കാൻ കഴിയും? ഈ കാര്യം എന്തുകൊണ്ട് നമ്മൾ ചെയ്യണം, എന്തിനാണ് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ പഠിക്കേണ്ടത്, അതിന്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് നിർബന്ധിച്ചുകൊണ്ട് ഒരു വട്ടം ചെയ്യായിരിക്കും, പിന്നെ ചെയ്യാൻ അതിന് ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ അതിന്റെ ആവശ്യകതയും അതിന്റെ ആവശ്യങ്ങളും ഇതൊക്കെ നമ്മൾ പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അവരെ സ്വപ്നങ്ങളിലൂടെ നമ്മുടെ സ്വപ്നങ്ങൾ അവരിലൂടെ നടപ്പാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ചില ആൾക്കാരൊക്കെ പറയും എനിക്ക് ഭയങ്കര ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം, മറ്റു കുട്ടികൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും. ചിലപ്പോൾ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ആവാനൊക്കെ ആയിരിക്കും ആഗ്രഹം. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ വിചാരിച്ച് കുട്ടികളെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്വപ്നങ്ങളും അവരെ സ്വപ്നങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ടൂൾസ് ആയിട്ട് നമ്മൾ കുട്ടികളെ കാണാൻ പാടില്ല. അതേപോലെ നമ്മൾ നല്ല മനുഷ്യന്മാരായിട്ട് ഇടപഴകാനുള്ള ഒരുപാട് ചാൻസസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതൊരു നല്ല ചിന്തയും വ്യക്തിത്വമുള്ള ആളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നല്ല ബന്ധങ്ങളുള്ള വീട്ടില് യാത്ര പോവുക, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ടൂറൊക്കെ പോവുകയാണെങ്കിൽ നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണില്ല. അതുപോലെ നമ്മൾ നല്ല 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 ആൾക്കാരായിട്ട് ഇടപഴകുമ്പോൾ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റും. കാരണം നല്ല ശീലങ്ങളൊക്കെ സ്റ്റാർട്ട് ആവാനും ഇത്തരം ബന്ധങ്ങൾ അവരെ സഹായിക്കും. പിന്നെ വരുന്നതാണ് ഒന്ന് അവർക്ക് നോ പറയാനുള്ള ഒരു കഴിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതായത് നമ്മൾ പറയുന്നതെല്ലാം യെസ് പറയണം എന്നുള്ള ആഗ്രഹമല്ലേ നമ്മൾ പാരന്റ്സ്, നമ്മൾ ഉമ്മമാരൊക്കെ നമ്മൾ എന്തെങ്കിലും കുട്ടികളോട് ഇത് ചെയ്യുന്ന പറയുമ്പോൾ കുട്ടികൾ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ, വലിയ പ്രശ്നമാണ്. നമുക്ക് യെസ് മാത്രം എന്താ പറയാ പറഞ്ഞാൽ മതി എന്നുള്ളതിൽ നമ്മൾ കുട്ടികളെ ഫോഴ്സ് ചെയ്യും. അപ്പം എപ്പോഴും നമ്മളിലൂടെ എപ്പോഴും യെസ് പറയാൻ പഠിച്ച കുട്ടി പുറത്തു പോയ ഒരു വേണ്ടാത്ത കാര്യമോ കാണോ കേൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവിക്കോ വരുമ്പോൾ കുട്ടികൾക്ക് അത് നോ പറയാൻ പറ്റുന്നില്ല. പല രീതിയിൽ കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അപ്പം കുട്ടികൾക്ക് നോ പറയാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ പറയാൻ പറ്റുന്നില്ല. അപ്പം നോ പറയേണ്ട അടുത്ത് നോ പറയാൻ പറ്റുക എന്നത് അപാരമായിട്ടുള്ള ഒരു കഴിവാണ്. അപ്പം കുട്ടികൾക്ക് നോ പറയാൻ തോന്നിയാൽ അവർ പറയാൻ വിടാം, പക്ഷെ നോ പറയാനുള്ള കാരണം അവരോട് ചോദിക്കാം. നോ എന്നത് ഒരു ചീത്ത വാക്കല്ല, അത് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയുകയാണെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ്. അതേപോലെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് അവരുടെ കുട്ടികളുടെ ഒപ്പീനിയൻ ചോദിക്കുക. അതായത് ഇപ്പൊ അത് അവര് സെൽഫ് എസ്റ്റീം കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴൊക്കെ കുട്ടികളോട് അഭിപ്രായം ചോദിക്കുക, എന്താ കുക്ക് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. അതേപോലെ തന്നെ യാത്രയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്ങുകളൊക്കെ ഇടുമ്പോൾ കുട്ടികളുടെ അഭിപ്രായം കൂടി ചോദിക്കാം. അപ്പം അതൊക്കെ അവരുടെ സെൽഫ് എസ്റ്റീം വളർത്താൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് അവർ റെസ്പെക്ട് ചെയ്യുക. നമ്മൾ വിചാരിക്കും വലിയ ആൾക്കാരെ മാത്രമേ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടുന്നു, അങ്ങനെയില്ല. നമ്മൾ കുട്ടികളെ റെസ്പെക്ട് ചെയ്യണം. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീം ഉണ്ട്, സെൽഫ് റെസ്പെക്ട് ഉണ്ട്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ കുറ്റം പറയുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ചിട്ട് അവരെ തെറ്റുകളൊക്കെ വിളിച്ചു പറയാം, ഇതൊക്കെ അവരെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം അവരുടേതായ ഇതിൽ റെസ്പെക്ട് ചെയ്യുക. അതായത് വിതച്ചതേ കൊയ്യുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ കൊടുത്തതേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്താലേ അവർ മറ്റുള്ള ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുള്ളൂ. അപ്പം കുട്ടികളെ ഏറ്റവും മികച്ചരാക്കുന്നതിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പങ്ക് നമ്മൾ പാരന്റ്സിനാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ വലിയൊരാളാക്കുന്നതിലും വളർത്തുന്ന രീതിയിലുമൊക്കെ നമുക്ക് ഒരുപാട് നല്ലൊരു പങ്കുണ്ട്. നമ്മളെല്ലാവരും ഉത്തരവാദിത്തത്തോടെയും മനസ്സറിഞ്ഞ് സന്തോഷത്തോടെയും മക്കളെ നല്ല നിലയിൽ വളർത്താൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. അതുപോലെ തന്നെ യാ അല്ലാഹ് നീയാണ് ബുദ്ധിയും നീയാണ് ബുദ്ധിയും ബോധം സത്യവിശ്വാസവും എല്ലാം നൽകുന്നത് അല്ലേ. നേട്ടങ്ങൾ നൽകുന്നതും നാടിനും വീടിനും ഉപകരിക്കുന്ന കണ്ണിനും കുളിർമയുള്ള നല്ല സ്വാലിഹീങ്ങളായ മക്കളെ വളർത്താൻ വേണ്ടി രക്ഷിതാവായി നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.